നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചങ്ങരംകുളം ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് തുടക്കം. മനുഷ്യ വന്യജീവി സംഘർഷം, ജില്ലാതല യോഗം ചേർന്നു. നദികളോടൊപ്പം തീരങ്ങളും സംരക്ഷിക്കപ്പെടണം. നദിക്കായി ഒരു കൂടൽ എന്ന പരിപാടി ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോഡൽ ഓഫീസർമാരുടെ യോഗം ചേർന്നു. പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പഠനോത്സവം കവര് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചങ്ങരംകുളം ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചു. ഒന്നാംഘട്ട പ്രവൃത്തി ഉദ്ഘാടനം പി നന്ദകുമാർ MLA നിർവഹിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശിലാഫലകം MLA അനാച്ഛാദനം ചെയ്തു. ഈ ചങ്ങരംകുളത്തേക്ക് കടന്നു വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം, ഒരു കുതിപ്പുണ്ടായിരിക്കുന്നു എന്ന് തോന്നൽ നമുക്കുണ്ടാവാം. അപ്പോൾ ഈ 2 റോഡും മനോഹരമാക്കി മാറ്റുക, അവിടെ ഒരു പൂന്തോട്ടം പോലെ ഉണ്ടാക്കുക, അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു കഫേരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് വൈകുന്നേരം ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, ഇവിടെ ആകെ വീതി കൂട്ടിക്കൊണ്ട് വളരെ അങ്ങനെ മൊത്തം ഒരു ടൗണിൻ്റെ മോഡിഫിക്കേഷൻ നിരക്കാണ് 5.5 കോടിയോളം രൂപയുടെ ഒരു ബജറ്റോട് കൂടി ഈ പദ്ധതി ആവിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. വളരെ മനോഹരമാവുന്ന രൂപത്തിലേക്ക് ടൗൺ മാറ്റണം നാട്ടിൽ. എനിക്ക് ആദ്യം അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ മാത്രമല്ല, വ്യക്തികൾ എല്ലാവരുടെ പിന്തുണയും നമുക്കിതിനുണ്ടാകണം. നമുക്കിത് ചങ്ങരംകുളം ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK സിമി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബജറ്റിൽ ഉൾപ്പെടുത്തി 5,05,00,000 രൂപ വകയിരുത്തിയ പദ്ധതിയുടെ 4 കോടിയുടെ ആദ്യഘട്ട പ്രവർത്തികൾക്കാണ് തുടക്കം കുറിച്ചത്. ചങ്ങരംകുളം ടൗൺ റോഡിലും സംസ്ഥാന പാതയിൽ സബീന റോഡ് മുതൽ സൺറൈസ് ആശുപത്രി വരെ റോഡിന്റെ ഇരുവശത്തും ഇന്റർലോക്ക് ചെയ്ത് കൈവരിയോടെ നടപ്പാത നിർമ്മിക്കും. ആവശ്യമായ സ്ഥലങ്ങളിൽ കാന നിർമ്മാണം, സംരക്ഷണ ഭിത്തി, റോഡ് സുരക്ഷാ പ്രവർത്തികൾ എന്നിവ പൂർത്തിയാക്കും. കൂടാതെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം, വിശ്രമ ഇരിപ്പിടങ്ങൾ, അലങ്കാര തണൽ മരങ്ങളും പുൽത്തകിടുകളും സ്ഥാപിക്കൽ എന്നിവ പദ്ധതിയുടെ ഭാഗമായി നടക്കും. മലബാർ പ്ലസ് കൺസ്ട്രക്ഷൻസ് കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KV ഷഹീർ, മിസിരിയ സൈഫുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ നാസർ, ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VV കരുണാകരൻ, വാർഡംഗം തസ്നീം, അബ്ദുൽ ബഷീർ, ആലങ്കോട് ലീലാകൃഷ്ണൻ, പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ CH അബ്ദുൽ ഗഫൂർ, M ഷംസുദ്ദീൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ട ന്യൂസ് ചങ്ങരംകുളം. മലപ്പുറം ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനും ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാനുമായി ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. വന്യമൃഗശല്യം മൂലമുണ്ടായ നഷ്ടത്തിന് പരിഹാരം നൽകാനായി നിലമ്പൂർ സൗത്ത് വനം ഡിവിഷനിൽ 42 ലക്ഷം രൂപയും നോർത്ത് ഡിവിഷനിൽ 54.5 ലക്ഷം രൂപയും അനുവദിച്ചതായി നിലമ്പൂർ സൗത്ത് നോർത്ത് DF ഒമാർ AP അനിൽകുമാർ MLAയുടെ ചോദ്യത്തിനുത്തരമായി അറിയിച്ചു. തുകയുടെ വിതരണം തുടങ്ങിയിട്ടുണ്ട്. വിതരണം പൂർത്തിയാകുന്നതോടെ നിലവിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർക്കെല്ലാം നഷ്ടപരിഹാര തുക ലഭിക്കുമെന്നും ഇവർ അറിയിച്ചു. അനന്തരാവകാശ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിനുള്ള കാലതാമസം പലപ്പോഴും നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് തടസ്സമാവുന്നതായും ഇത് ഒഴിവാക്കാൻ
പൂർത്തിയാക്കാൻ അനന്തരാവകാശ സർട്ടിഫിക്കറ്റുകൾ പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കണമെന്നും ജില്ലാ കളക്ടർ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി. വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പും ഉപദേശവും നൽകുന്നതിന് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ രൂപീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വന്യജീവി ആക്രമണം തടയുന്നതിന്റെ ഭാഗമായി വനമേഖലയോട് ചേർന്നുള്ള തോട്ടങ്ങളിലെ കുറ്റിക്കാടുകളും അടിക്കാടുകളും മറ്റും കാട്ടുചെടികളുടെ വളർച്ചയും നീക്കം ചെയ്ത് പ്രദേശത്ത് വൃത്തിയാക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം നൽകും. ഭക്ഷണവും വെള്ളവും തേടി മൃഗങ്ങൾ വനം വിട്ട് മനുഷ്യവാസത്തിലേക്ക് കടക്കുന്ന സംഭവങ്ങൾ കുറയ്ക്കുന്നതിന് വനമേഖലയിൽ ആവശ്യമായ ജലസ്രോതസ്സുകൾ സൃഷ്ടിക്കുന്നത് ഉറപ്പാക്കും. കാട്ടാനശല്യം തടയുന്നതിനായി കൂടുതൽ സോളാർ വേലികൾ, ഹാങ്ങിങ് സോളാർ വേലികൾ, ട്രെഞ്ചുകൾ, ആനമതിൽ തുടങ്ങിയവ സ്ഥാപിക്കാനും വനം വകുപ്പിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. പ്രാദേശിക ജാഗ്രതാ സമിതിയും റാപ്പിഡ് റെസ്പോൺസ് ടീമുകളും കാര്യക്ഷമമാക്കണം. വന്യമൃഗശല്യം വ്യാപകമായ ഇടങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണം. വനവിഭവശേഖരത്തിനായി ഉൾക്കാടുകളിലേക്ക് പോകുന്ന ആദിവാസികൾക്ക് വനമൃഗശല്യവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് പ്രത്യേക ബോധവൽക്കരണം നൽകണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. വനമേഖലയിലും മേഖലയോട് ചേർന്ന റോഡരികിലും മാലിന്യങ്ങൾ തള്ളുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയുന്നതിന് പൊതുജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൂട്ടായ സഹകരണവും കളക്ടർ അഭ്യർത്ഥിച്ചു. പ്ലാനിംഗ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ എ.പി. അനിൽകുമാർ MLA, പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാരായ പി. കാർത്തിക്, ജി. ധനിക് ലാൽ, മലയോര മേഖലയിലെ തദ്ദേശ വകുപ്പ് അധ്യക്ഷൻ, സെക്രട്ടറിമാർ, വിവിധ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടന്യൂസ് മലപ്പുറം. നദി സംരക്ഷണത്തിനോടൊപ്പം നദീതീരത്ത് പരമ്പരാഗതമായി നിലനിന്ന് വന്നിരുന്ന മരങ്ങൾ, കാവുകൾ, പക്ഷികൾ, മത്സ്യസമ്പത്ത്, പാരമ്പര്യ സാംസ്കാരിക പൈതൃകങ്ങൾ കൂടി സംരക്ഷിക്കണമെന്ന് നദി സംരക്ഷണ പരിപാടിയുടെ ഭാഗമായി മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും റീഎക്കോ തിരുനാവായയും പുത്തനത്താണി CPA ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ASS യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച നദിക്കായി ഒരു കൂടൽ എന്ന പരിപാടി ആവശ്യപ്പെട്ടു. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. കൊടക്കൽ ബന്ദർകടവിൽ വെച്ച് ബോധവൽക്കരണ ക്ലാസോടെ തുടങ്ങിയ പരിപാടിയിൽ തീരദേശത്തെ മരങ്ങൾ, പക്ഷികൾ, പൈതൃക കേന്ദ്രങ്ങൾ സന്ദർശിച്ചുകൊണ്ട് നദി സംരക്ഷണ പ്രതിജ്ഞയോടെയാണ് പരിപാടികൾ അവസാനിച്ചത്. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പൂവത്തിങ്കൽ റഷീദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സോളമൻ കളരിക്കൽ, NSS സെക്രട്ടറി മിസ്ഫൽ മുളയ്ക്കൽ, മുഹമ്മദ് അലി, ഹാരിസ് ചേരുലാൽ, അബ്ദുൾ റസാഖ്, തേക്കിൽ നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ CV മുഹമ്മദ് ജാബിർ, പരിസ്ഥിതി പ്രവർത്തകൻ ഉമ്മർ എന്നിവർ വിഷയാവതരണത്തിനും പ്രതിജ്ഞയ്ക്കും നേതൃത്വം നൽകി. വെട്ടൻ ന്യൂസ് തിരുനാവായ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ചുമതലകൾ വഹിക്കുന്ന നോഡൽ ഓഫീസർമാരുടെ യോഗം ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്നു. തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കേണ്ട വിവിധ ടീമുകൾക്ക് നേതൃത്വം നൽകുന്നത് നോഡൽ ഓഫീസർമാരാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ നിർദ്ദേശപ്രകാരം ഓരോ നോഡൽ ഓഫീസറും നിർവഹിക്കേണ്ട ചുമതലകൾ ജില്ലാ കളക്ടർ വിശദീകരിച്ചു നൽകി. മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായും പാലിക്കപ്പെടേണ്ടതുണ്ടെന്നും കമ്മീഷന്റെ മാർഗനിർദ്ദേശപ്രകാരം മാത്രം പ്രവർത്തിക്കുന്നുവെന്നും ഉറപ്പാക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. യോഗത്തിൽ ADMK മണികണ്ഠൻ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ S. ബിന്ദു, ബന്ധപ്പെട്ട നോഡൽ ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു. വെട്ടന്യൂസ് മലപ്പുറം. പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ താനൂർ പോലീസ് സംഘം പശ്ചിമ ബംഗാളിൽ വെച്ച് സാഹസികമായി പിടികൂടി വീണ്ടും അറസ്റ്റ് ചെയ്തു. ഡാർജിലിംഗ് ജില്ലയിലെ ബൽഗാച്ചി സ്വദേശി ഓംപ്രകാശിന്റെ മകൻ രഞ്ജൻ വിശ്വകർമ്മയാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം തിരൂരിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി. പഴയ ജ്യോതി തിയേറ്ററിന് സമീപം ഓരിയാക്കുളം റോഡിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു. തിരൂർ കോടതിയിൽ നിന്നും ജാമ്യം അനുവദിച്ചു. ഇതിനുശേഷമാണ് സ്വദേശമായ പശ്ചിമ ബംഗാളിലേക്ക് പോയത്. കോടതി വാറന്റ് പ്രകാരം CI J. മാത്യുവിന്റെ നേതൃത്വത്തിൽ SI N. രമേശ് O, CPO ഷമീർ ഉൾപ്പെടുന്ന പോലീസ് സംഘം അന്വേഷണം തുടങ്ങിയത്. ഈ മാസം 4-ന് പുറപ്പെട്ട സംഘം വിലാസം അന്വേഷിച്ചായിരുന്നു പരിശോധന തുടങ്ങിയത്. ഇത് 10 ദിവസം നീളുകയും ചെയ്തു. പൊള്ളുന്ന ചൂടിൽ രാവും പകലും ഗ്രാമങ്ങൾ തോറും പഴുതടച്ച് നടത്തിയ തിരച്ചിലിനൊടുവിൽ നക്സൽബാരി പോലീസ് സ്റ്റേഷന് പരിധിയിൽ നിന്ന് പ്രതിയെ കൈയോടെ പിടികൂടുകയായിരുന്നു. ഇതിനകം ഒട്ടേറെ പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ തിരൂർ അതിവേഗ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വെട്ടൻ ന്യൂസ് താനൂർ. BP അങ്ങാടി GM UP സ്കൂൾ പഠനോത്സവം കവര് സംഘടിപ്പിച്ചു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ P. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MPTA പ്രസിഡന്റ് റുബീന, വൈസ് പ്രസിഡന്റ് സരിത K, സീനിയർ അസിസ്റ്റന്റ് സ്മിത ബാബു,
സ്റ്റാഫ് സെക്രട്ടറി ഖാലിദ്, ഫിറോസ്, സുനിൽകുമാർ, മുഹമ്മദ് ഷുഹൈബ്, ജോസ് സാമുവൽ, നിഷാമോൾ തുടങ്ങിയവർ സംസാരിച്ചു. SRG കൺവീനർ നികിത സ്വാഗതവും ഷീന VS നന്ദിയും പറഞ്ഞു. പഠനോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ പഠന മികവുകളുടെ അവതരണവും പ്രദർശനവും സംഘടിപ്പിച്ചു. സംസ്കൃത പരീക്ഷയിൽ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കും ജില്ലാതല പ്രീ പ്രൈമറി കളറിംഗ് മത്സരത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബട്ടൺ ന്യൂസ് BP അങ്ങാടി. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.